കിഷ്കിന്ധാകാന്ഡം 21 സർഗം. താരാസമാശ്വാസനം. വിണ്ണിൽ നിന്ന് വീണ താരയെപ്പോലെ വീണുകിടക്കുന്ന താരയെ വാനരനായകനായ ഹനുമാൻ ആശ്വസിപ്പിച്ചു. ജന്തു ചെയ്ത ഗുണദോഷ കർമ്മങ്ങളുടെ ശുഭാശുഭ ഫലം മരണാനന്തരം അനുഭവിക്കുക തന്നെ ചെയ്യും. ശോചിയായ നീ ശോചിയാനായ ആരെക്കുറിച്ചാണ് ശോചിക്കുന്നത്? ദീനയായ നീ ദീനരോട് അനുദപിക്കുന്നു. നീർപ്പോളയ്ക്കൊത്ത ശരീരത്തിൽ ആരാർക്ക് അനുശോചനായുണ്ട്? പുത്രയായ നീ ഈ അംഗദകുമാരനെ കാക്കണം. ഭാവിയിൽ ചെയ്യേണ്ട ഉചിത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ദേഹികളുടെ വരവും പോക്കും അനിയതമെന്ന് നിനക്കറിയാമല്ലോ പണ്ഡിതേ. അതിനാൽ ശുഭകർമ്മങ്ങൾ തന്നെ കരണീയം, അല്ലാതെ ലൗകിക കർമ്മങ്ങളല്ല. കോടിക്കണക്കിന് വാനരന്മാരുടെ ആശ്രയസ്ഥാനമായിരുന്ന അദ്ദേഹം കാലഗതി പ്രാപിച്ചു. ന്യായയുക്തനും സമാധാന ക്ഷമാപരനുമായ അദ്ദേഹം ധർമ്മജേതാക്കളുടെ ലോകം പ്രാപിച്ചു. അതിൽ നീ ശോകം കൊള്ളരുത്. അനിന്ദിതേ, സർവ്വവാനരന്മാർക്കും ഈ അംഗദനും വാനരക്ഷകർ രാജ്യത്തിനും നീ നാഥ തന്നെ. ശോകസന്താപങ്ങൾ മെല്ലെ വെടിയുക. നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ട് ഈ അംഗദൻ ഊഴിവാഴട്ടെ. സന്താനം എന്തിനോ, ഇപ്പോൾ ചെയ്യേണ്ടതെന്തോ അതൊക്കെ രാജാവിന് ചെയ്യുക. ഇതത്രേ കാലയുക്തം. വാനരരാജനെ സംസ്കരിക്കുക, അംഗദനെ അഭിഷേകം ചെയ്യുക. മകൻ സിംഹാസനത്തിൽ വാഴുന്നത് കണ്ട് നീ ശാന്തി അടയും. ഹനുമാന്റെ വാക്കുകേട്ട് ഭർത്തൃവിരഹം കൊണ്ട് വിവശയായ താര അടുത്തു നിൽക്കുന്ന ഹനുമാനോട് ഉത്തരം പറഞ്ഞു. അംഗദനൊത്ത 100 പുത്രന്മാർ ഉണ്ടായിരിക്കുന്നതിലും കാമ്യമായിട്ടുള്ളത് ഹതനായാലും ഈ വീരന്റെ ഗാത്രാലിംഗനമാണ്. വാനര രാജ്യത്തിനോ അംഗദനോ അധിപനാനല്ല. ഇവൻ പിതൃവ്യൻ. സുഗ്രീവനാണ് ഇനി എല്ലാ കാര്യത്തിലും അനന്തരാവകാശി. ഹനുമാൻ അംഗദനെപ്പറ്റി ഈ വിചാരം വേണ്ട. മകന് ബന്ധു അച്ഛനാണ്, അമ്മയല്ല. വാനരരാജന്റെ ചർച്ച വിട്ട് എനിക്ക് ഇഹത്തിലോ പരത്തിലോ കരണീയമായൊന്നുമില്ല. കൊല്ലപ്പെട്ട് മുമ്പിൽ നിൽക്കുന്ന വീരന്റെ ഈ ശയനത്തെ സേവിക്കുക തന്നെ എനിക്ക് യുക്തമായ കർത്തവ്യം. കിഷ്കിന്ധാകാന്ഡം 22 സർഗം. ബാലിമരണം. അല്പപ്രാണനായ ബാലി മെല്ലെ വീർപ്പ് വിട്ടും കൊണ്ട് ചുറ്റും നോക്കുമ്പോൾ ആദ്യം തന്നെ മുന്നിൽ നിൽക്കുന്ന അനുജൻ സുഗ്രീവനെ കണ്ടു. വിജയം വരിച്ച ആ വാനരനായകൻ സുഗ്രീവനെ വിളിച്ച് ബാലി സസ്നേഹം വ്യക്തമായിട്ടിങ്ങനെ പറഞ്ഞു. സുഗ്രീവ, ദ്രോഹം മൂലം എന്റെ പേരിൽ കുറ്റം കരുതല്ല. വിധിബലം കൊണ്ട് ഞാൻ മോഹത്തിൽ പെട്ടുപോയി. വത്സ, നമുക്കിരുവർക്കും ഒരുമിച്ച് സോദര സ്നേഹമോ സുഖമോ വിധിച്ചിട്ടില്ല. അതിനാലൊക്കെ മറ്റൊരു തരത്തിലായി. നീ ഇപ്പോൾ തന്നെ വനവാസികളുടെ രാജ്യം ഏറ്റുകൊള്ളുക. ഞാൻ ഇന്ന് തന്നെ യമപുരിക്ക് പോകുമെന്നും അറിയുക. ജീവിതവും രാജ്യവും വിപുലമായ ഐശ്വര്യവും സൽകീർത്തിയും ഞാൻ ഉടനെ വെടിയും. ഞാൻ ഈ അവസ്ഥയിൽ പറയുന്ന കാര്യം ദുഷ്കരമായാലും രാജാവെ നീ ചെയ്യുക തന്നെ വേണം. സുഖാർഹനും സുഖസമൃദ്ധനും അബാലിശനുമായ അംഗദബാലൻ കണ്ണീരിൽ കുളിച്ച് മണ്ണിൽ വീണ് കിടക്കുന്നത് നോക്കുക. എന്നെ നഷ്ടപ്പെട്ടവനും പ്രാണാധിക പ്രിയനുമായ ഈ പുത്രനെ നീ സ്വന്തം മകനെ പോലെ വേണ്ടതെല്ലാം നൽകി കാത്തുരക്ഷിക്കുക. വാനരാധിപ, നീ തന്നെ ഇവനെന്നെ പോലെ എല്ലാവിധത്തിലും പിതാവും ദാതാവും പരിത്രാതാവും ഭയനിവർത്തകനും ഈ താരാസുതൻ ശ്രീമാനും നിനക്ക് സമം പരാക്രമിയുമാണ്. രാക്ഷസവധത്തിൽ ഇവൻ നിനക്ക് മുമ്പിൽ നിലകൊള്ളും. തേജസ്വിയും തരുണനുമായ ഈ അംഗദൻ പോരിൽ അനുരൂപങ്ങളായ കാര്യങ്ങൾ വിക്രമത്തോടെ ചെയ്യും. സുഷേണപുത്രിയായ താര സൂക്ഷ്മാർത്ഥ നിർണയത്തിലും പല ഉൽപാദ വിജ്ഞാനത്തിലും വിദഗ്ധയാണ്. ഇവൾ നന്നെന്ന് പറയുന്നത് സംശയം കൂടാതെ ചെയ്യണം. താരയുടെ അഭിപ്രായമൊന്നും തെറ്റായി പോകുകയില്ല. രാമകാര്യം നീ നിശ്ചങ്കം നടത്തണം. അത് ചെയ്യാതിരുന്നാൽ അധർമ്മം ബാധിക്കും. അനാദരിച്ചാൽ നിന്നെ കൊന്നെന്നും വരും. സുഗ്രീവ, ദിവ്യമായി കാന്തരമാല ധരിച്ചുകൊള്ളുക. ഇതിൽ വാഴുന്ന ലക്ഷ്മി ഞാൻ മരിച്ചാൽ വിട്ടുപോകും. സോദരസ്നേഹത്താൽ ബാലി പറഞ്ഞത് കേട്ട സുഗ്രീവൻ സന്തോഷം വെടിഞ്ഞ് രാഹുഗ്രസ്തനായ ചന്ദ്രനെ പോലെ വീണ്ടും ദീനനായി. ബാലി വാക്യം കേട്ട് ശാന്തനായി വേണ്ടത് മടികൂടാതെ ചെയ്യാനായി സുഗ്രീവൻ ആ പൊന്മാല സ്വീകരിച്ചു. പൊന്മാല കൊടുത്ത് അടുത്തു നിൽക്കുന്ന മകനെ നോക്കി കൃതകൃത്യനായ ബാലി മരണത്തിന് സന്നദ്ധനായി അംഗദനോട് പറഞ്ഞു. ദേശകാലങ്ങൾ അനുസരിക്കുക, ഇഷ്ടാനിഷ്ടങ്ങൾ പൊറുക്കുക, യഥാകാലം സുഖാസുഖങ്ങൾ സഹിക്കുക, സുഗ്രീവന് വിധേയനായിരിക്കുക. മഹാബാഹോ, സദാ എന്നാൽ ലാളിക്കപ്പെട്ടതുപോലെ നീ വർത്തിച്ചാൽ സുഗ്രീവൻ നിന്നെ ബഹുമാനിക്കുകയില്ല. അവന്റെ ശത്രുമിത്രങ്ങളോടോ ചേരരുത്. നാഥന്റെ കാര്യത്തിൽ തൽപരനും ദാന്തനുമായി സുഗ്രീവന് വിധേയനായി വാഴുക. അതിസ്നേഹമോ അസ്നേഹമോ അരുത്. രണ്ടും വലിയ ദോഷത്തെ ചെയ്യും. അതിനാൽ മധ്യനില സ്വീകരിച്ചു കൊള്ളുക. ഇത്രയും പറഞ്ഞ് ശരപീഡിതനും കറങ്ങുന്ന കണ്ണുകളോടുകൂടിയവനുമായ ബാലി ഘോരങ്ങളായ പല്ലുകൾ വിളിക്കുകാട്ടി പ്രാണൻ വെടിഞ്ഞു. നാഥൻ നഷ്ടപ്പെട്ട വാനരനായകന്മാർ മുറവിളി കൂട്ടി. അവരേവരും വിലപിച്ചു. വാനരരാജൻ വീണുപോകെ കിഷ്കിന്ധ ശൂന്യമായി. ഉദ്യാനങ്ങളും കാനനങ്ങളും പർവ്വതങ്ങളും ശൂന്യങ്ങളായി.
വാനരോത്തമൻ വധിക്കപ്പെട്ടപ്പോൾ വാനരന്മാരൊക്കെ നിഷ്പ്രഭരായിത്തീർന്നു. ബാലി ഗോലഭൻ എന്ന ഗന്ധർവനുമായി കൊടിയ പോരാട്ടം രാത്രിയോ പകലോ ഇടതടവില്ലാതെ 15 വർഷം നടന്നു. പിന്നെ 16-ാം വർഷം ഗോലഭൻ നിഹതനായി. ആ ഭയങ്കരനെ കൊന്ന കരാളധംഷ്ടനായ ബാലി, നമുക്കെല്ലാം അഭയദായകൻ, അദ്ദേഹം എങ്ങനെ കൊല്ലപ്പെട്ടു? സിംഹം വാഴുന്ന കാട്ടിൽ കൂറ്റൻ കൊല്ലപ്പെട്ട കാട്ടുപശുക്കൾ പോലെ വാനരാധിപൻ കൊല്ലപ്പെട്ടിരിക്കെ വാനരന്മാർ അസ്വസ്ഥരായിത്തീർന്നു. മരിച്ച ഭർത്താവിന്റെ മുഖത്ത് നോക്കി കഥനക്കടലിൽ മുങ്ങിയ താര വെട്ടിവീഴ്ത്തപ്പെട്ട മാമരത്തെ ചുറ്റിയ വല്ലി പോലെ ബാലിയെ പരിരംഭണം ചെയ്ത് നിലത്തു വീണു. കിഷ്കിന്ധാകാന്ഡം 23-ാം സർഗം. താര പുനർവിലാപം. പിന്നെ കപിരാജന്റെ മുഖം മുകർന്നുകൊണ്ട് പുകൾപെറ്റ താര മൃതപതിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ ഇപ്പോൾ കല്ല് നിറഞ്ഞ നിരപ്പറ്റ നിലത്ത് ക്ലേശമാണ്ട് കിടക്കുന്നു. വാനരോത്തമ, ഭൂമി നിനക്കെന്നേക്കാൾ പ്രിയതരായാണ്. അവളെ പുണർന്നുകൊണ്ടല്ലോ നീ കിടക്കുന്നത്. എന്നോടൊട്ട് മിണ്ടുന്നുമില്ല. നീ സുഗ്രീവനായല്ലോ. വിധിവിധം വിചിത്രം തന്നെ. വീര, സാഹസപ്രിയ, സുഗ്രീവൻ തന്നെ വിക്രമൻ. രക്ഷവാനര മുഖ്യന്മാർ നിന്നെ ചൂഴ്ന്നു നിലകൊള്ളുന്നു. ഇവരുടെയും മഴലാണ്ട് അംഗദന്റെയും ദീനവിലാപവും എൻ്റെ ഈ വാക്കുകളും കേട്ടിട്ട് നീ ഉണരാത്തതെന്ത്? പോരിൽ കൊല്ലപ്പെട്ട് നീ ഇപ്പോൾ വീരസൈന്യത്തിലല്ലോ കിടക്കുന്നത്. ബുദ്ധിയുള്ളവൻ മകളെ ശൂരന് കൊടുക്കരുത്. പെട്ടെന്ന് വിധവയാക്കി ചെയ്യപ്പെട്ട നശിച്ച ശൂരഭാര്യയായ എന്നെ നോക്കൂ. എൻ്റെ മാനം തകർന്നു, എൻ്റെ നിത്യഗതി ഒടുങ്ങി. പരന്നാഴമേറിയ അഴലാഴിയിൽ ഞാൻ മുഴുകി. പ്രാണനാഥൻ കൊല്ലപ്പെട്ടത് കണ്ടിട്ട് നൂറായി നുറുങ്ങാത്ത എൻ്റെ കടുത്ത നെഞ്ചകം കല്ലിൻ്റെ കാതലാണ്. സുഹൃത്തും ഭർത്താവും സ്വതേ എൻ്റെ പ്രിയനും ശൂരനുമായവൻ പോരിൽ ശത്രുവിനാൽ ആക്രമിക്കപ്പെട്ട് മരണമടഞ്ഞു. പുത്രനുണ്ടായിരുന്നാലും ധനധാന്യ സമൃദ്ധയായാലും ഭർത്താവില്ലാത്ത സ്ത്രീയെ ജനങ്ങൾ വിധവയെന്ന് വിളിക്കും. തന്മയിൽ നിന്നൊഴുകിയ ചോരക്കളത്തിൽ ചെമ്പട്ട് വിരിച്ച സ്വന്തം കിടക്കയിലെന്ന പോലെ നീ കിടക്കുന്നു. ഈ ഘോരവൈരത്തിൽ സുഗ്രീവൻ ഇന്ന് കൃതാർത്ഥനാണ്. രാമനയറ്റൊരൊറ്റാമ്പ് കൊണ്ട് ഇവന്റെ ഭയം അകറ്റപ്പെട്ടു. മരണമടഞ്ഞെന്ന് നിന്നെ നോക്കുന്ന എനിക്ക് നെഞ്ചിൽ തറച്ച ബാണം മൂലം മെയ് തലോടാനാവുന്നില്ല. ഗിരിഗുഹയിൽ നിന്ന് തിളങ്ങുന്ന പാമ്പിനി എന്ന പോലെ നീലൻ ബാലിയുടെ മെയ്യിൽ തറച്ച ശരം പറിച്ചെടുക്കപ്പെട്ട ബാണം അസ്താചലത്തിലെത്തിയ അരുണന്റെ കതിരുപോലെ വിളങ്ങി. അവന്റെ വ്രണങ്ങളിൽ നിന്നെമ്പാടും മലമുകളിൽ നിന്ന് കായും മണ്ണുകളിൽ കലർന്ന ചോലകൾ പോലെ രുദ്രധാരകൾ ഒഴുകി. അസ്ത്രത്താൽ കൊല്ലപ്പെട്ട പൊടിമൂടിയ നാഥനെ തുടച്ച് താര കണ്ണീർ കൊണ്ട് കുളിപ്പിച്ചു. എമ്പാടും ചോര വാർന്ന നിഹതനായ നാഥനെ കണ്ട് താര പുത്രൻ അംഗദനോട് പറഞ്ഞു, മകനെ, അച്ഛൻ്റെ ദാരുണമായ ചർമാവസ്ഥ നോക്കൂ. പാപം കൊണ്ട് വന്നു ചേർന്ന വൈരത്തിന്റെ അവസാനം പ്രാപിച്ചിരിക്കുന്നു. ബാലസൂര്യ സമാനങ്കനും യമപുരിക്ക് പുറപ്പെട്ടവനും മാനദനുമായ മകനെ പിതാവിനെ അഭിവാദനം ചെയ്താലും. ഇത് കേട്ട് അവൻ എഴുന്നേറ്റ് തടിച്ചുരുണ്ട കൈകൾ കൊണ്ട് അംഗദനാണിതെന്നും പറഞ്ഞ് പിതാവിന്റെ പാദങ്ങൾ ഗ്രഹിച്ചു. അഭിവാദനം ചെയ്യുന്ന അംഗദനെ പഴയപടി ദീർഘായുസായിരിക്കട്ടെ മകനെ എന്ന് പറയാത്തതെന്തുകൊണ്ട്? പാരിൽ സന്തോഷിച്ച് ദേവരാജൻ അങ്ങേക്ക് നൽകിയ കാഞ്ചനമാല ഇപ്പോൾ കാണാത്തതെന്തുകൊണ്ട്? പ്രാണൻ പോയിട്ടും രാജ്യശ്രീ അസ്തമന സൂര്യന്റെ കാന്തി ശൈലരാജനെ എന്ന പോലെ വിട്ടുപോകുന്നില്ല. പഥ്യമായ എൻ്റെ വാക്ക് അങ്ങ് അനുസരിച്ചില്ല. അങ്ങയെ തടയാൻ എനിക്കൊട്ട് കഴിഞ്ഞുമില്ല. പോരിൽ കൊല്ലപ്പെട്ട അങ്ങയോടൊപ്പം പുത്രനോടൊപ്പം ഞാനും നിഹതയായി. അങ്ങയോടൊപ്പം എൻ്റെ കാന്തിയും പോയി. കിഷ്കിന്ധാകാന്ഡം 24-ാം സർഗം. സുഗ്രീവാനുതാപം. കടക്കാനാവാത്ത കഥനക്കടലിൽ ആണ്ടുകേഴുന്ന അവളെ കണ്ട് വേഗവാനായ ബാല്യാനുജൻ നിസ്തുലമായ സോദരവധത്തനാൽ താപാർത്ഥനായി. കണ്ണീരൊഴുകുന്ന മുഖത്തോട് നോക്കി പെട്ടെന്ന് പരിതാപം പൂണ്ട് ധീരനായ അവൻ വൃത്തിരോടൊത്ത് ദീനനായി മെല്ലെ രാമന്റെ സമീപത്തെത്തി. ചാപം ധരിച്ച് സർപ്പസമമായ ബാണം ഗ്രഹിച്ച് ലക്ഷണയുക്തനായി കീർത്തിമാനായി നിലകൊള്ളുന്ന രാമനോട് ഇപ്രകാരം പറഞ്ഞു, രാജൻ, അങ്ങ് പ്രതിജ്ഞ ചെയ്തതുപോലെ പ്രവർത്തിച്ചു, ഫലവും കണ്ടു. രാജകുമാരൻ, എനിക്കിപ്പോൾ ഭോഗത്തിൽ ആശ നശിച്ചു, ജീവിതവും അടുത്തു. അർജൻ കൊല്ലപ്പെട്ടി രാജ്ഞി ഉറക്കെ കരയവേ പുരം ദുഃഖത്തിലാണ്ട് മുറവിളിക്കെ അംഗദൻ സംശയത്തിലാകെ, രാമ, രാജ്യത്തിൽ എൻ്റെ മനം രമിക്കുന്നില്ല. ക്രോധം, അമർഷം, അക്രമം ഇവ കൊണ്ട് മുമ്പെനിക്ക് സോദരവധം സമ്മതമായിരുന്നു. വാനരരാജൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ കടുത്ത താപത്തിൽ ഞാൻ പെട്ടിരിക്കുന്നു. ശൈലശ്രേഷ്ഠനായ ഋഷിമുഖത്തിൽ വല്ലപാടും എന്നും കഴിഞ്ഞുകൂടുന്നതാണ് നല്ലതെനിക്ക് തോന്നുന്നു. അല്ലാതെ ഇദ്ദേഹത്തെ കൊന്നിട്ട് സ്വർഗത്തിൽ വാഴുകയില്ല. നിന്നെ ഞാൻ കൊല്ലുന്നില്ല, പോ എന്ന് മതിമാനായ ഈ മഹാൻ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് അനുരൂപം തന്നെ. ഈ വാക്കും പ്രവൃത്തിയും എനിക്ക് ചേർന്നതും. കാമത്താൽ പ്രേരിതനായാലും രാജ്യത്തിന്റെയും ദുഃഖത്തിന്റെയും യഥാർത്ഥ സ്വഭാവം ചിന്തിക്കുന്ന സോദരൻ എങ്ങനെ ഗുണനിധിയായ സോദരന്റെ കൊലയിൽ സന്തോഷം കൊള്ളും?
തൻ്റെ മഹാത്മ്യാധിക്യത്താൽ എന്നെ കൊല്ലാൻ അദ്ദേഹം നനച്ചില്ല. എനിക്കോ ബുദ്ധിദോഷം മൂലം കൊലയാകുന്ന അതിക്രമം വേണമെന്ന് തോന്നി. മരക്കൊമ്പ് കൊണ്ടുള്ള തല്ലേറ്റു ഞാൻ തളരവേ ഇനി ഇതിന് പുറപ്പെടരുത് എന്നെന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇദ്ദേഹം ഭ്രാതൃത്വവും ശ്രേഷ്ഠത്വവും ധർമ്മവും രക്ഷിച്ചു. ഞാൻ ക്രോധവും കാമവും കപിത്വവും കാണിച്ചു. അചിന്ത്യവും വർജ്യവും അചിന്തനീയവും ആദർശനീയവുമായ പാപം വധത്താൽ ഇന്ദ്രൻ എന്ന പോലെ ഞാൻ പ്രാപിച്ചിരിക്കുന്നു. ഇന്ദ്രന്റെ പാപം ഭൂമിയും ജലവും വൃക്ഷങ്ങളും സ്ത്രീകളും ഏറ്റുവാങ്ങി. ഈ മരഞ്ചാടിയുടെ പാപം ഏറ്റുവാങ്ങാൻ ആരും മെനക്കെടും? അധർമ്മ്യവും കുലനാശകവുമായി കർമ്മം ചെയ്ത ഞാൻ രാമ പ്രജകളുടെ പൂജയോ യൗവരാജ്യമോ അർഹിക്കുന്നില്ല. രാജ്യത്തിന്റെ കാര്യം പിന്നെ പറയാനുമില്ല. നിന്ദ്യവും നീചവും ലോകം വെറുക്കുന്നതുമായ പാപം ഞാൻ ചെയ്തുപോയി. മഴവെള്ളത്തിന്റെ ഒഴുക്കുതാണ് നിലത്തേക്കെന്ന പോലെ കൊടിയ താപം എന്നിലേക്ക് ഒഴുകുന്നു. സോദരമാരണമെന്ന വാലും സന്താപമാകുന്ന തുമ്പിയും കണ്ണും തലയുമാകുന്ന കൊമ്പുമാർന്ന പാപമാകുന്ന മത്തേവും ആറ്റിൻകരയെന്ന പോലെ എന്നെ കുത്തിക്കീറുന്നു. രാജൻ ചെളി കളയാനായി തീയിൽ ഉരുക്കപ്പെടുന്ന സ്വർണം കിട്ടത്തെ എന്ന പോലെ ഈ ദുസ്സഹമായ പാപം എൻ്റെ സൽഗുണത്തെ ഉള്ളിൽ നിന്ന് തള്ളുന്നു. സുശീലനും വിധേയനുമായ പുത്രനെ കിട്ടിയെന്ന് വരും. എന്നാൽ അംഗദന് സദൃശമായ പുത്രനെ എവിടെ കിട്ടും? വീര സോദരനോടും മകനോടും സഖ്യം ആഗ്രഹിച്ച് ഞാൻ ആളുന്ന തീയിൽ ചാടുന്നുണ്ട്. ഈ വാനരവീരന്മാർ അങ്ങയുടെ ചെൽപ്പടിയിൽ നിന്നുകൊണ്ട് സീതയെ അന്വേഷിക്കും. രാജകുമാര, ഞാൻ മരിച്ചാലും അങ്ങയുടെ കാര്യമൊക്കെ സാധിക്കും. കുലഘാതകനും പാപകാരിയും ജീവിക്കാൻ അനർഹനുമായ എനിക്ക് അനുജ്ഞ നൽകിയാലും. ആർത്തനായ ബാലിസോദരന്റെ വാക്കുകേട്ട് ശത്രുതാപരനായ രാമൻ കണ്ണീരും വാർത്തുകൊണ്ട് തെല്ലിട മനം കെട്ട് നിലകൊണ്ടു. ക്ഷിതീക്ഷഭാവാനും ലോകപാലകനുമായ രാമൻ തത്സമയം അഴലില്ലാണ്ട് കേഴുന്ന താരയെ വീണ്ടും വീണ്ടും നോക്കി ഉത്കണ്ഠ പൂണ്ടു. പ്രാണനാഥന്റെ പിണവും പുണർന്നു കിടക്കുന്ന കരുത്തുറ്റവളും ചാരുനേത്രയുമായ ബാലിപത്നിയെ മന്ത്രിപ്രധാനന്മാർ എഴുന്നേൽപ്പിച്ചു. ഉൽകിക്കിടന്ന അവളെ നാഥനിൽ നിന്ന് വേർപെടുത്തിയപ്പോൾ അമ്പും വില്ലുമേന്തി കതിരോനെപ്പോലെ തിളങ്ങുന്ന രാമനെ ഉറയോടെ അവൾ കണ്ടു. രാജലക്ഷണങ്ങൾ തികഞ്ഞവനും ചാരുനേത്രനും അദൃഷ്ടപൂർവനുമായ ആ പുരുഷവീരനെ കണ്ട് ഇത് രാമൻ തന്നെ എന്ന ആ പേടമാൻ കണ്ണാൽ മനസ്സിലാക്കി. ഇന്ദ്രതുല്യം അദൃശ്യനായ ആ മഹാനുഭാവന്റെ അടുത്തേക്ക് വസനാക്രാന്തയായ ആ സ്വാധി ഉറച്ചുകൊണ്ട് വേഗമെത്തി. ശോകത്താൽ വിവശയായ മെയ്യോടും മനസ്സോടും കൂടി താര വിശുദ്ധ സത്വനും രണപാടവം കൊണ്ട് ഉദ്ദേശം സാധിച്ചവനുമായ രാമനോട് പതറാതെ പറഞ്ഞു, അങ്ങ് അപ്രമേയനും അദൃശ്യനും ജിതേന്ദ്രിയനും ഉത്തമധർമ്മയുക്തനും ശാശ്വത കീർത്തിശാലിയും വിചക്ഷണനും ക്ഷിതിക്ഷമാവാനും അരുണാക്ഷനുമാകുന്നു. എൻ്റെ പ്രിയനെ കൊന്നാതെ അമ്പുകൊണ്ട് എന്നെയും കൊല്ലുക. മരിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തും. എന്നെ വിട്ട് ബാലി രതി കൊള്ളുകയില്ല. സ്വർഗത്തിലെത്തി തേടിയിട്ട് എന്നെ കാണാൻ ഞാൻ ജന്താർക്കണ്ണൻ പലതരം ചെമ്പൂക്കൾ ചൂടി മോടിയാർന്ന അപ്സര സ്ത്രീകളെ പ്രാപിക്കുകയില്ല. മനോഹരമായ പർവ്വതതലത്തിലും വൈദേഹിയെ വേർപെട്ട അങ്ങയെപ്പോലെ ഹേ വേദ സ്വർഗത്തിലും എന്നെ കൂടാതെ ബാലി ശോകവും വൈവർണ്യവും പ്രാപിക്കും. അദ്ദേഹത്തിന്റെ ആത്മാവാണിവൾ. എന്നെ കൊല്ലുക. വീരാംഗയെ സ്ത്രീവധം ബാധിക്കുകയില്ല. പഴയ ശാസ്ത്രവാക്യങ്ങളും വേദവാക്യങ്ങളും അനുസരിച്ച് പുരുഷന് ഭാര്യ അഭിനയത്രേ. പത്നിദാനത്തെക്കാൾ മേലെയായി ലോകത്തിൽ മറ്റൊരു ദാനവും അറിവുള്ളവർ കാണുന്നില്ല. ധർമ്മമനുസരിച്ച് അങ്ങ് എന്നെ അദ്ദേഹത്തിന് നൽകണം. ഈ ദാനത്താൽ വധം കൊണ്ടുണ്ടാകുന്ന അധർമ്മദോഷം അങ്ങേക്ക് ഏർപ്പെടുകയില്ല. താപാർത്ഥയും അനാഥയും അപമാനിതയുമായി തീർന്നവളെ അങ്ങ് കൊല്ലാതിരിക്കരുത്. മത്തമാതംഗാമിയും വനരോത്തമനും കനകമാലാധരനുമായ ആ ബുദ്ധിമാനെ പിരിഞ്ഞ് ഹേ രാജൻ ഞാൻ നീനാൾ വാഴുകയില്ല. ഇത് കേട്ട മഹാത്മാവ് താരയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹിതവാക്കുകൾ പറഞ്ഞു. വീരഭാര്യയെ അരുതാത്തത് കരുതാതെ ലോകമെല്ലാം വിധാതാവ് തീർത്തതല്ലോ. സുഖദുഃഖയോഗമൊക്കെയും വിധികൃതമാണെന്ന് ലോകം പറയുന്നു. വിധിവിധേയമായ ലോകത്രയവും വിധിവിധത്തെ അതിലംഘിക്കുകയില്ല. പണ്ടേ പോലെ നീ പരമമായ പ്രീതി നേടും. നിന്റെ മകൻ യുവരാജാവാകും. വിധിയുടെ വിധാനത്തിന് മാറ്റമേതുമില്ല. ശൂരഭാര്യമാർ വിലപിക്കുമാറില്ല. പ്രഭാവശാലിയും പരന്തപനുമായ ആ മഹാത്മാവിനാൽ ഇപ്രകാരം ആശ്വസിപ്പിക്കപ്പെട്ട ചാരുവേശ്യയും വീരപത്നിയുമായ താര തേങ്ങലാർന്ന മുഖത്തോടെ അടങ്ങി.